റാപ്പർ വേടനെതിരായ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. പരാതിക്കാരിക്ക് തെളിവുകൾ ഹാജരാക്കാനുള്ള അവസാന അവസരം ഇന്ന് ലഭിക്കും. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ആര് തെളിവായി കൊണ്ടുവന്നാലും സ്വീകരിക്കാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ഈ വാട്സപ്പിലെ തെളിവുകളും അതേപോലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളുമൊക്കെ തെളിവായി കോടതിയിൽ കൊണ്ടുചെല്ലുന്ന രീതിയോട് ഹൈക്കോടതി വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുക. കാരണം ഒരാൾക്ക് വീട്ടിലിരുന്ന് എന്ത് കാര്യവും എഴുതി പിടിപ്പിക്കാം സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലുമൊക്കെ. അതൊന്നും തെളിവായി സ്വീകരിക്കാൻ കോടതിക്ക് കഴിയില്ല. കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ തവണ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് പരാതിക്കാരി വേടനെതിരെ മറ്റു പെൺകുട്ടികൾ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളുമായി ഹൈക്കോടതിയിൽ സമീപിച്ചത്. ഇത്തരത്തിലുള്ള പോസ്റ്റുകളുണ്ട്, വേടൻ തന്നെ പോസ്റ്റ് ചെയ്ത കാര്യങ്ങളുണ്ട്, സ്ത്രീകളോട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട്. അതെല്ലാമാണ് പരാതിക്കാരി ഹൈക്കോടതിയിൽ കൊണ്ടുവന്നത്. പക്ഷെ കോടതി ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോസ്റ്റുകളൊക്കെ മറ്റാർക്കെങ്കിലും ഇട്ടുകൂടെ? ഇത് സോഷ്യൽ മീഡിയയിലെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എങ്ങനെയാണ് തെളിവുകളായി സ്വീകരിക്കാനാകുക എന്ന പരാതിക്കാരിയോട് ചോദിച്ചു. പരാതിക്കാരി പറഞ്ഞത്, മുൻപ് കേസുകൾ പരിഗണിച്ചപ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഹാജരാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതും എടുക്കണം എന്നുള്ളതാണ് പരാതിക്കാരുടെ ആവശ്യം. അങ്ങനെയെങ്കിൽ ആ കേസുകളുടെ വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട തെളിവുകളും ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഒപ്പം ഹൈക്കോടതി പറഞ്ഞത്, ഇത് അവസാന അവസരമാണ്, ഇന്നുകൂടി മാത്രമാണ് തെളിവുകൾ ഹാജരാക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നത്. ഇനി ഹർജി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനാകില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ പരാതിക്കാരി വേടനെതിരെ കൂടുതൽ തെളിവുകൾ ഇന്ന് ഹാജരാക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതിയുടെ നിരീക്ഷണം വേടന് അനുകൂലം എന്ന് തോന്നിപ്പിക്കുന്നതാണ്. കാരണം ഇതിൽ പറഞ്ഞത്, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ഇടപെടൽ അതെങ്ങനെയാണ് പിന്നീട് ബലാത്സംഗമായി മാറുന്നത്, ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുമ്പോൾ മാത്രം ബലാത്സംഗം ആരോപിക്കുന്നത് ശരിയല്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. പക്ഷേ വേടൻ ഒരു സ്ഥിരം കുറ്റവാളിയാണ്. ഇയാൾക്ക് ഇത്തരത്തിൽ ജാമ്യം ലഭിച്ചാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം വരും. അതോടൊപ്പം കൂടുതൽ പെൺകുട്ടികൾ വേടന്റെ ഇരയായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരാതിക്കാരി ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രണ്ട് ഭാഗങ്ങളും വിശദമായി തന്നെ ഹൈക്കോടതി കേൾക്കും. അതിനുശേഷമായിരിക്കും ഹർജി വിധി പറയാനായി മാറ്റുക. ഒപ്പം വേടനെതിരെ നേരത്തെ 2 പരാതികൾ മുഖ്യമന്ത്രിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു പരാതി എറണാകുളം സിറ്റി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആ പരാതിയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ആ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറാൻ തയ്യാറെടുക്കുകയാണ്. അതിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വേടന് കുറച്ചുകൂടി സ്ഥിതി രൂക്ഷമാകും. വേടൻ നിലവിൽ ഒളിവിലെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി ഈ ജാമ്യാപേക്ഷയിൽ തീർപ്പുണ്ടാകുന്നവരെ തടയുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.